VPP 2 മിനിറ്റ് കഷ്ടിയുള്ളൂ, വേഗം മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ എത്നിക് വയലൻസ് എന്ന രൂപത്തിലാണോ നിങ്ങൾ ഈ മണിപ്പൂരിനെ പറ്റി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് നുണയും ഏത് തരത്തിലുള്ള വക്രീകരണവും നടത്താൻ ചരിത്ര കാര്യങ്ങളിൽ പോലും മടിയില്ലാത്തവരിൽ നിന്ന് ഇങ്ങനെയെല്ലാമല്ലേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ CPIM-ന്റെ നിലപാട് മണിപ്പൂർ കാര്യത്തിലൊക്കെ സുവ്യക്തമായിട്ട് നിൽക്കുകയല്ലേ. എങ്ങനെയാണ് വംശീയ വിഷയത്തെ വർഗീയ വിഷയമാക്കി മാറ്റിയത്? ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളത്. വെറും വംശീയ വിഷയമായിരുന്നുവെങ്കിൽ എന്തിനാണ് അവിടെ ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ടത്? അവിടെ എന്തിനാണ് ക്രിസ്ത്യാനികളുടെ സ്കൂളുകൾ തകർക്കപ്പെട്ടത്? അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? പ്രധാനമന്ത്രി അദ്ദേഹം ഇരിക്കേണ്ട പദവിയെ മറികടന്നുകൊണ്ട് അങ്ങേയറ്റം ഭീവത്സമായി പേടിത്തൊണ്ടനായി എന്നിട്ട് തനി വർഗീയ കാർഡിറക്കുകയല്ലേ. 10 വർഷത്തെ ഭരണത്തിന്റെ ഏതെങ്കിലും ഒരു നേട്ടം അത് പറയാനില്ലാതെ ഇവിടെ കേരളത്തിൽ സ്വാമി അയ്യപ്പോ എന്നല്ലേ വിളിച്ചത്? എന്നാണ് എഴുതിയേക്കുന്നത്? സ്വാമി അയ്യപ്പോ എന്ന് വിളിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി വന്നിട്ട് സ്വാമി അയ്യപ്പോ എന്ന് വിളിച്ചത് വർഗീയമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള ഏറ്റവും അബദ്ധസഞ്ചാരത്തിന്റെ നീചമായ മുഖമാണ് ബീഹാറിലെ പ്രസംഗത്തിലായാലും രാജസ്ഥാനിലെ പ്രസംഗത്തിലായാലും ആസാമിലെ പ്രസംഗത്തിലായാലും പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അതെന്തൊരു അവസ്ഥയിലേക്ക് ശരി, രണ്ടുപേരും ഒരേ സമയം സംസാരിക്കുന്നതുകൊണ്ട് പറയുന്നത് ആർക്കും കേൾക്കാനും കഴിയുന്നില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്.